ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേയും നല്ല യാതൊരാവൊരു സമയത്തെ ഓർത്ത പശ്ചാത്തലനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ MAG ഹോസ്പിറ്റൽ വയസ്സ് മൂലമായി ഇതിൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഇരുട്ടോടെ എഴുന്നേറ്റിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നീ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ ഉയർത്തുവാനും ഈ പകൽക്കാലം മുഴുവൻ നിന്റെ കാവലിന് വേണ്ടി, നിന്റെ സൂക്ഷിപ്പിന് വേണ്ടി, നിന്റെ വഴിനടത്തിന് വേണ്ടി കാത്തിരിക്കുവാനും നിന്റെ സന്നിധാനത്തിൽ വന്ന് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുവാനും ദൈവം ഞങ്ങൾക്കൊരു കൃപ തന്നതിനായി സ്തോത്രം. ഇത്രത്തോളം നടത്തി വന്നല്ലോ കഴിഞ്ഞ കർത്താവെ, ആയുർവരിക്ക് ഞങ്ങളെ നടത്തി വന്നതുക്കാകെ സ്തോത്രം. എന്നോടുകൂടെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്ന് ഈ പ്രാർത്ഥന സന്തോഷത്തോടെ ഏറ്റുകൊള്ളുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. തലമുറയായി അവർ അനുഗ്രഹിക്കപ്പെടുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണം. ഒരുത്തർക്കും ഒരു അനർത്ഥമോ ഒരു വേദനയോ കണ്ണുനീരോ ഒന്നും വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. എല്ലാവരും തൃപ്പാദത്തിൽ ഏൽപ്പിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ചെയ്യുവാൻ സർവശക്തനാണ്. ദൈവത്തിന് കഴിയാത്തതൊന്നും ഈ ലോകത്തിലില്ല. കർത്താവെ, നീ സകലത്തിനും മതിയായവൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിനെ കൊണ്ട് കഴിയാത്ത അസാധ്യമായത് ഒന്നുമെല്ലാം നിനക്ക് സാധ്യമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇപ്പോഴും നിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചാട്ട് അടിയനെയും ബലപ്പെടുത്തണം. ബലനും കൃപയും കർത്തൃ തന്ന് സഹായിക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന വൻകാര്യം ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുനഃനാമം മഹത്വമെടുക്കുമാറാകട്ടെ. MAG ഹോസ്പിറ്റൽ വയസ്സ് മൂലമായി ഈ അതിരാവിലെ സമയത്ത് ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് ചേർന്ന് അല്പസമയം അപ്പച്ചന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ദൈവം എനിക്ക് ദീർഘായുസ്സും ബലനും ആരോഗ്യവും തന്നിരിക്കുന്നു. കൺവെൻഷൻ മീറ്റിംഗ് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ ഒത്തിരി ബലഹീനങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന എന്നെ ശക്തിയായിരുന്നു. സ്റ്റേജിൽ കയറിയതിനു ശേഷം ദൈവം തമ്പുരാൻ എവിടുന്ന് ശക്തി കൊടുത്ത് എനിക്ക് അറിയത്തില്ല. ശക്തമായി കർത്താവ് ഇടപെടുന്നു. അനേകർ വിടുതൽ പ്രാപിക്കുന്നു, അനേകർ രക്ഷിക്കപ്പെടുന്നു. കർത്താവിന്റെ നാമം മഹത്വമെടുക്കുന്നു. അത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന മറുപടി ഞാൻ അപേക്ഷിക്കുന്നുണ്ട്. കർത്താവ് വൻ കാര്യത്തെ ചെയ്യും. എത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ഇനി ദൈവം നമ്മളെ നടത്തും. കഴിഞ്ഞ ദിവസം നമ്മൾ ദാവീദെ കുറിച്ച് 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഇന്ന് അതേ 2 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 2 ശമൂവേൽ 5-ന്റെ 10-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. എന്തോ ഒരു നല്ലൊരു വാക്യമാണെന്നറിയാമോ ഇത്? ഇന്ന് നമ്മൾ എടുക്കുന്നതെല്ലാം നമുക്ക് തോൽവി. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരുടെ എത്രയോ പേരുടെ വേല ഇന്ന് കാണാനില്ല. അനേകരുടെ വേലകൾ തകർന്നു പോയി. നന്നായിട്ട് ശോഭിച്ചവരാണ്, നന്നായിട്ട് പ്രകാശിച്ചവരാണ്, ഇപ്പൊ കാണാനില്ല. അഡ്രസ് ഇല്ലാതെ പോകുന്നു. എത്രയോ സഭകൾ ഇന്ന് പാഴായി കിടക്കുന്നു. ആരാധിക്കുവാൻ ദൈവമക്കളില്ല. ഭവനങ്ങളിൽ വിടുതലോടുള്ള ആരാധനകളില്ല. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവമില്ല. ഒരു കടമയ്ക്കാകത ഇന്ന് ഓരോരുത്തരുടെ കുടുംബത്തിൽ ഒരു കൊച്ചു പാട്ട് പാടി 2 മിനിറ്റ് പ്രാർത്ഥിച്ച് കട്ടിലയിലോ കസാറിലോ ഇരുന്ന് ഒരു സ്തോത്രം പറഞ്ഞു പോയി നമ്മൾ കിടക്കുന്നത്. അതിനെ നമുക്ക് സമയമുള്ളൂ. ஆனால் മറ്റുള്ള എല്ലാത്തിനും നമുക്ക് മറ്റുള്ള സംസാരിക്കാനും സെൽഫോൺ യൂസ് ചെയ്യാനും പോകാനും വരാനും എല്ലാം നമുക്ക് സമയമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ദൈവം പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. ആരെ കുറിച്ച് പറയുന്നത്? ദാവീദിനെ കുറിച്ച്. ദാവീദിനെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അവൻ കാട്ടിലെ ആടുകളുടെ പുറകെ നടന്നവനാണ്. ஆனால் ദൈവത്തിന്റെ അഭിഷേകം கிடைച്ചതിന് ശേഷം പിന്നെ മുള്ളായി വന്ന ശൗലാണ്. അതിനുശേഷം അവന്റെ മോന് എന്തുമാത്രം പാടുകളും വേദനകളും. ഒരു ദിവസമെങ്കിലും ഈ ദാവീദ് സമാധാനത്തിൽ വന്ന് ഉറങ്ങിയിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമോ? 40 വർഷം രാജാവായിട്ട് തന്റെ ദേശത്തിൽ അവൻ ഇരുന്നൊരു മനുഷ്യനാണ്. നല്ല പേരും പ്രസിദ്ധിയും പെട്ടൊരു മനുഷ്യനാണ്. ദൈവം കൊച്ചിലേ അവനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. സ്വർഗം അവനെ അംഗീകരിച്ചിരിക്കുകയാണ്. അവനെ കോമളനായി സ്വർഗം കണ്ടിരിക്കുകയാണ്. സ്വർഗമാണ് സെലക്ട് ചെയ്ത് നീ അവനെ അഭിഷേകിക്കാൻ പറഞ്ഞ് അന്ന് അവന്റെ തലയിൽ അഭിഷേകത്തെ ഊറ്റിയത്. അങ്ങനത്തെ ഒരു മനുഷ്യൻ, ആമേൻ, അവസാന അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഈ സബല് മൂലമായി അനുഭവിച്ചതെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് ധ്യാനിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇന്ന് ഇതേ ദൈവം പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. നിങ്ങളുടെ കമ്പനി പ്രബലമാകണമോ? നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പ്രബലനാകണോ? നിങ്ങളുടെ സുവിശേഷ വേല നിങ്ങൾ പ്രബലനാകണോ? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ പ്രബലനാകണോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ പ്രബലനാകണോ? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ പ്രബലനാകണോ? നിങ്ങൾ ചെയ്യുന്ന ഓരോ വിഷയത്തിലും നിങ്ങൾ പ്രബലൻ ആക വേണ്ടുമെന്ന് ഉണ്ടെങ്കിൽ, ഏതോ കരാത്തേക്ക് പോയോ, അല്ലെ എവിടെയെങ്കിലും നിധി ലഭിച്ചോ, അല്ലെ കുറച്ച് പണങ്ങൾ, കള്ളപ്പണങ്ങൾ, കറുപ്പ് പണിയൻ പണമെല്ലാം കൊണ്ടുവന്ന് ചേർത്ത് വെച്ച് വലിയൊരു അരമന കെട്ടിയത് കൊണ്ടോ, ഒരു ചെറിയൊരു ഫാമിലിക്ക് പോകக்கூடிய ഒരു ഫ്ലൈറ്റ് വാങ്ങിയത് കൊണ്ടോ, ഒരു വില കൂടിയ കാറ് വാങ്ങിയത് കൊണ്ടോ ഒന്നും നമുക്കിതൊന്നും പ്രബലനല്ല.
ദൈവം തമ്പുരാൻ പറയുന്നത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ദാവീദ് പ്രബലനാകാൻ കാരണം എന്താണ് കാരണം? അവന്റെ ജീവിതത്തിൽ വന്ന ഓരോ പരിശോധനകളും പരീക്ഷകളും അവൻ ദൈവത്തോട് ഒന്നും കുറ്റം പറയാതെ സന്തോഷത്തോടെ അവൻ സഹിച്ചു, ഏറ്റെടുത്തു. ആ ഓരോ പരീക്ഷയ്ക്കും ഓരോ പാട്ട് പാടി എഴുതി നമുക്ക് വെച്ചുകൊണ്ട് പോയിരിക്കായി ദാവീദ്. അവനെ കുറിച്ചാ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ദൈവം ഒരു സാധാരണമല്ല. ദൈവത്തിന്റെ സൈന്യം എണ്ണിത്തീർക്കാൻ പറ്റത്തില്ല. ഒരു വലിയ സൈന്യം, ഒരു വലിയ സേനയുടെ ഒരു ക്യാപ്റ്റനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആ ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെങ്കിൽ ഇന്നിതേ കേട്ടോണ്ടിരിക്കുന്ന ദൈവദാസന്മാരെ, അല്ലെങ്കിൽ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളോട് കൂടെ ഈ ദൈവം ഉണ്ടോ? നിങ്ങളുടെ ഭവനത്തിൽ ഈ ദൈവമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ദൈവമുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പറയുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. അവന്റെ മേലൊരു പ്രബലൻ ഈ ലോകത്തിൽ ഇല്ലാത്ത നിലയിൽ ദൈവം അവനെ പ്രബലനാക്കി. അങ്ങനെങ്കിൽ ഈ വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ഒന്ന് കുറിച്ച് എഴുതി വെക്കുക. ഇത് ഒരു പ്രവചന വാക്കാക്കി നിങ്ങൾ എടുക്കുക, ദൈവത്തിന്റെ ദൂതായി എടുക്കുക. നിന്റെ ജീവിതം തകർന്നു കിടക്കുകയാണോ? നിന്റെ ബിസിനസ് പൊളിഞ്ഞു പോയോ? കമ്പനി പൊളിഞ്ഞു പോയോ? ഫാമിലി തകർന്നു പോയോ? കുഞ്ഞുങ്ങൾ തലതെറിച്ചു പോയോ? ഭാര്യ നിന്നെ വിട്ടേച്ചു പോയോ? ഭർത്താവ് വിട്ടേച്ചു പോയോ? വീട് പൊളിഞ്ഞു പോയോ? സുവിശേഷ വേല കൈവിട്ടു പോയോ? ആരോഗ്യം നഷ്ടപ്പെട്ടോ? സമാധാനം നഷ്ടപ്പെട്ടോ? ജീവിക്കാൻ താല്പര്യമില്ലയോ? എല്ലാം നിനക്ക് തകർന്ന് തരിപ്പണമായി നിന്റെ ജീവിതം മന്ദപിച്ചിരിക്കുകയാണോ? മങ്ങിയിരിക്കുകയാണോ? ഭയപ്പെടണ്ട. ഇപ്പൊ ഒന്ന് ചിന്തിക്കുക. സേനകളിൻ ദൈവം അവിടെ പറയുന്ന കണ്ടോ? ആരാ ഈ ദൈവം? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടോ നോക്കി. ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഇല്ലാത്തത് കൊണ്ടാണ് ഇത്. പക്ഷെ നമ്മൾ ബന്ധക്കോസുകാരാ, നമ്മൾ കൈയടിക്കുന്നു, ആഭരണം ഇടുന്നില്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, പ്രവചിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു, വീരനാണ്, വലിയ കൊയർ ലീഡറാണ്, ഭയങ്കര കലഞ്ചറാണ്, എല്ലാം നമുക്കുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു നന്മയുമില്ല, ഒരു മുന്നേറ്റവുമില്ല. എടുക്കുന്നതെല്ലാം പടുതോൽവി, വേദനയാണ്, കണ്ണുനീരാണ്, പ്രയാസമാണ്, നെടുവീർപ്പാണ്. ഓരോ നിമിഷങ്ങളും മാറായുടെ അനുഭവമാണ് അനുഭവിക്കുന്നത്. കടന്നാൽ ഉറക്കം വരുന്നില്ല, കഴിച്ചാൽ തൃപ്തിയാകുന്നില്ല, ഉടുത്താൽ നിങ്ങൾക്കൊരു സുഖമില്ല, ഒന്നുകൊണ്ട് നിങ്ങൾക്കൊരു സമാധാനമില്ല. തകർച്ചയില് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് ദൂത് വരികയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. നിങ്ങൾ പ്രബലനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ മറ്റുള്ളവന് താഴ്ചയായി കിടക്കുന്ന നീ ഒരു പ്രബലനായി നിന്റെ ദേശത്തില്, നിങ്ങളുടെ ഭവനത്തില്, നിങ്ങളുടെ ബന്ധുമിത്രാദിയുടെ മധ്യയില്, നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ രാജ്യത്തിൽ, ജോലി സ്ഥലത്ത് പ്രബലനായി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സൈന്യങ്ങളുടെ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ നിങ്ങൾ സമ്മതിക്കണം. ദൈവത്തെ തള്ളി പറയരുത്, ദൈവത്തെ ഉപേക്ഷിക്കരുത്. കർത്താവിന് വേണ്ടി കണ്ണുമൂടി വാരി കൊടുക്കണം. അധിക സമയം ദൈവത്തെ സ്തുതിക്കണം, നന്നായിട്ട് പാട്ട് പാടണം, നന്നായിട്ട് പ്രബോധിക്കണം, നന്നായിട്ട് പ്രസംഗിക്കണം, നന്നായിട്ട് ആരാധിക്കണം. ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കർത്താവ് നിങ്ങളെ പ്രബലനായി മാറ്റത്തുള്ളൂ. ഈ സൈന്യങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കത്തുള്ളൂ. ഇരുന്നെങ്കിൽ നീ പ്രബലനാ. നീ പട്ടിണിക്കാരനല്ല, നീ ദരിദ്രനല്ല, കടക്കാരനല്ല. നീ ദരിദ്രമായി ഒരുത്തന്റെ മുന്നേ കൈകിട്ട് നിൽക്കത്തെ ആവശ്യമില്ല. ഒരുത്തന്റെ മുന്നേ തലകുനി നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരുത്തന്റെ വാതുക്കൽ പോയി തട്ടെടുത്ത് കൈനീട്ടും ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ വിടത്തില്ല. ദൈവം നിന്നെ പ്രബലനായി വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ഗോത്രത്തിൽ, നിങ്ങളുടെ സമുദായത്തിൽ, നിങ്ങളുടെ ദേശത്തില്, നിങ്ങളുടെ രാജ്യത്തില്, നിങ്ങളുടെ സഭയില്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ശുശ്രൂഷയുടെ ഭാഗങ്ങളിൽ എല്ലായിടത്തിലും കർത്താവ് ഒരു പ്രബലനായി നിങ്ങളെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ 1238 ദിവസം ദൈവത്തിന്റെ ദൂത് നിങ്ങൾക്ക് അതിരാവിലെ സമയത്ത് നിങ്ങളുടെ ഡോറെ തട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, നീ ഒരു പിച്ചക്കാരനായോ, ഒരു കടക്കാരനായോ, ഒരു രോഗിയായോ, ഒരു ബന്ധിക്കപ്പെട്ടവനാകോ, ബന്ധിക്കപ്പെട്ടവളായി ഇരിക്കാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റവന്റെ അവന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും നന്മ ലഭിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ അല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രബലനായി
ദൈവം ദേശത്ത് നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. പ്രബലനായി നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് മാറ്റാൻ പോകുക. ആ കുടുംബം ആരെന്നറിയാമോ? ഒരു പ്രബലന്റെ കുടുംബം. ആ കുഞ്ഞു പോന്ന് കണ്ടവൻ ആരാന്നറിയാമോ? ഒരു പ്രബലന്റെ മോന്, പ്രബലന്റെ മോളെന്ന് പറഞ്ഞ് എല്ലാവരും നിങ്ങളെ കണ്ട് ആശ്ചര്യപ്പെടുന്ന നിലയിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ സൈന്യം കൂടെ യഹോവയായ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം. ആ ദൈവത്തെ തള്ളിപ്പറയോ, ആ ദൈവത്തെ ഉപേക്ഷിക്കുകയോ, ആ ദൈവത്തെ വിട്ടുകളയോ, ആ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപം, ഇഷ്ടമില്ലാത്ത ലോക ആഡംബരങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത്. ആത്മാർത്ഥമായിരിക്കുന്നുണ്ടെങ്കിൽ, സത്യത്തിലും ആത്മാവിലും നിങ്ങൾ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സത്യ നമസ്കാരികളായി ജീവിക്കുന്നുണ്ടെങ്കിൽ, സത്യത്തിനോട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ ഒരു ശക്തിയും നിങ്ങളെ തകർക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്നലെ ധ്യാനിച്ചല്ലോ, ഒരു ശൗലും നിന്റെ മുന്നേ നിൽക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ നാൾക്ക് നാൾ വളരാൻ പോകുന്നു. അവൻ നാൾക്ക് നാൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കാണാതെ പോകുന്നു, അവൻ നഷ്ടപ്പെട്ടു പോകുന്നു. നീ നഷ്ടപ്പെട്ടു പോകത്തില്ല. നീ ചെയ്യുന്നതെല്ലാം നിനക്ക് ഫലിക്കും. നിന്റെ ഭവനം പണിയും. ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. ആത്മാർത്ഥമായി ഞാൻ വിളിച്ചു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ദൈവം നിങ്ങൾക്ക് സഹായം ചെയ്യും. ഒരു നാളും നിങ്ങൾ ലജ്ജിക്കുവാൻ, നാണിക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. എല്ലാരും അറിയപ്പെടുന്നവരായി ദൈവം നിങ്ങളെ മാറ്റാൻ പോകുക. പ്രവചനമാണ്, ദൈവത്തിന്റെ ദൂത. എല്ലാരും അറിയപ്പെടുന്ന മാതിരി ദൈവം നിന്റെ തലമുറയെ മാറ്റാൻ പോകുക. ദൈവദാസന്മാരെ, ഈ ലോകത്തിൽ എല്ലാവരും അറിയത്തക്ക നിലയിൽ ദൈവം നിങ്ങളെ പ്രസിദ്ധരാக മാറ്റാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ മാറ്റും. പക്ഷേ ഈ സൈന്യം കൂടെ യഹോവ നമ്മുടെ കൂടെ വേണം. ഈ സൈന്യം കൂടെ യഹോവ നമ്മുടെ ഉണ്ടെങ്കിലേ ഇത് സംഭവിക്കത്തുള്ളൂ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ കർത്താവേ, ഒരു പ്രാവശ്യം കൂടി ഈ 1238 ദിവസം അതിരാവിലെ സമയത്ത് നിന്റെ കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റിരുന്ന് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ പ്രാർത്ഥന ഓരോ ഭവനത്തിലേക്ക് അയച്ചു വയ്ക്കുവാൻ ദൈവം തമ്പുരാൻ അതിന് ശക്തിയും ബലനും ജീവനും തന്നല്ലോ. അതിനു വേണ്ടി എന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്നല്ലോ. ആ ഒരു ഭാഗ്യം എനിക്ക് നീ തന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേകർക്ക് ലഭിക്കാത്തൊരു വലിയ ഭാഗ്യം എനിക്ക് നീ തന്നല്ലോ. MAG ഹോസ്പിറ്റൽ വായിസ് കുടുംബത്തെ സ്ഥാപിച്ച് ആ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങൾ ദേശത്തിന്റെ പല ഭാഗങ്ങളിലാണ്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ കർത്താവേ നിറഞ്ഞു കിടക്കുന്ന ഈ ലോകത്തില് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രാർത്ഥന അയക്കുവാൻ ദൈവം എന്നെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. അത് രാവിലെ എന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രാർത്ഥന മൂലം എന്റെ കുഞ്ഞുങ്ങളെല്ലാം പ്രബലന്മാരായി മാറുവാൻ, ശക്തി പ്രാപിക്കുവാൻ, സൈന്യം കൊണ്ട് ദൈവമായ യഹോവ എന്റെ എല്ലാ കുഞ്ഞുങ്ങളോടുകൂടെ ഇരിക്കുവാൻ, MAG ഹോസ്പിറ്റൽ വായിസിൽ ഈ പ്രാർത്ഥന താല്പര്യത്തോടെ എടുത്ത് അനുഭവിക്കുന്ന ഓരോ വ്യക്തിയോടും സൈന്യം കൂടെ യഹോവ ഇരിക്കണം. സൈന്യം കൂടെ യഹോവ ഇരിക്കണം. അവർ പ്രബലന്മാരാ മാറണം. അവരുടെ കമ്പനിയില്, അവരുടെ ജോലിയിൽ, അവർ ഗവൺമെന്റില്, അവർ എവിടെ ഇരുന്നാലും എനിക്ക് അറിയത്തില്ല പച്ച, അവരെല്ലാം നീ പ്രബലന്മാരായി മാറ്റണം. ആർക്കും വേണ്ടാത്തവരായിരിക്കും, എല്ലാവരും വലിച്ചെറിഞ്ഞ പാർട്ടിയായിരിക്കും, കാർക്കിച്ച് തുപ്പിയെറിഞ്ഞ പാർട്ടിയായിരിക്കും, കാലിന്റെ താഴെയിട്ട് ചവിട്ടി മെതിക്കുന്ന ഒരു പുഴുവിനെ പോലായിരിക്കും കർത്താവേ, തറയെ തുടച്ചു വലിച്ചെറിയുന്ന ഒരു അഴുക്ക് തുണിയെ പോലായിരിക്കും. ആണാലും നീ എന്റെ കർത്താവായി ഇറങ്ങി വന്ന് ഓരോരുത്തരെയും പ്രബലന്മാരാകെ അന്നത്തെ സ്ഥാനത്തിൽ എഴുന്നേൽപ്പിച്ചു നിർത്താൻ പോകുന്നതിനായി സ്തോത്രം. ദാവീദിന് ലഭിച്ച ഈ ഭാഗ്യം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാൻ, ദാവീദിന് ലഭിച്ച ഈ സന്തോഷം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാൻ, ദാവീദെ പ്രബലനായി മാറ്റിയ ദൈവം ഞങ്ങളെയും പ്രബലനായി മാറ്റുവാൻ കർത്താവേ നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലും ഒരു സന്തോഷം, ഒരു വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദം നിന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ. ഞാൻ നഷ്ടപ്പെട്ടു പോകയില്ല, ഞാൻ തകർന്നു പോകയില്ല, എന്റെ കുടുംബം പൊളിഞ്ഞു പോകത്തില്ല, എന്റെ കുഞ്ഞുങ്ങൾ തലതെറിച്ചു പോകത്തില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, എന്റെ കുഞ്ഞുങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എന്റെ കുഞ്ഞുങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ നിശ്ചയമായിട്ടും ഈ വായിച്ച വചനത്തിൻ പ്രകാരം ഞങ്ങളെ പ്രബലന്മാരായി നീ മാറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, എന്റെ ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇതേ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതേ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, വിശ്വാസത്തോടെ എന്നോട് ചെന്ന് സ്തോത്രം പറഞ്ഞ് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രബലമായി മാറുവാൻ, എന്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ചിലപ്പോൾ പട്ടുകിടക്കായിരിക്കും, വിളക്കണഞ്ഞു പോയി കാണുമായിരിക്കും, എഴുന്നേൽക്കാൻ ശക്തിയില്ല, നിൽക്കാൻ ശക്തിയില്ല, എതിർക്കാനുള്ള കർത്താവേ ആമേ ഒരു ബലനുമില്ല, എല്ലാം നഷ്ടപ്പെട്ട് കാണും, എല്ലാം തകർന്നു കാണും. പ്രാർത്ഥിക്കാൻ വയ്യ, സ്തുതിക്കാൻ വയ്യ, ഉപവസിക്കാൻ വയ്യ, വേദപുസ്തകം വായിക്കാൻ വയ്യ, കർത്താവിന് എഴുന്നേൽക്കാൻ വയ്യ, ഓടാൻ വയ്യ, കൊടുക്കാൻ ഒരാഗ്രഹം കൊണ്ട് ഒന്നും കൊടുക്കാൻ കയ്യിലില്ല. അങ്ങനെ ദാരിദ്ര്യത്തിലും കണ്ണുനീരിലും പട്ടിണിയിലും എല്ലാവർക്കും വേണ്ടാത്ത വെറുപ്പായി കാമ്യം വലിച്ചെറിഞ്ഞ ഒരു പാത്രമായിരുന്നാലും കുഞ്ഞുങ്ങളെ സൈന്യം കൊണ്ട് ദൈവമായ യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് തന്നെ പ്രബലനായി മാറ്റാൻ പോകാം. നിങ്ങളുടെ കൂടെ പിറന്നവരെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് കാണും. നിന്റെ കെട്ടിയ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ച് കാണും, നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് കാണും.
കുഞ്ഞുങ്ങൾ വളർന്നു വന്നാൽ നമുക്ക് അത് മതിയല്ലോ. കുഞ്ഞുങ്ങൾ കൈ വളർന്നോ കാല് വളർന്നോ നോക്കി നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി കാണും, പഠിപ്പിച്ച് കാണും, അവരെ ഉന്നത സ്ഥാനത്തിലേക്ക് കൊണ്ട് വിട്ടു കാണും. ഇന്ന് കുഞ്ഞുങ്ങളിൽ നമുക്ക് ഒരു പ്രയോജനം ഇല്ല. അമ്മയുണ്ടോ അപ്പനുണ്ടോ, കഴിച്ചോ കുടിച്ചോ ജീവനോടുണ്ടോ ചോദിക്കാൻ മക്കളില്ല, മരുമക്കളില്ല, കൊച്ചുമക്കളില്ല. നിങ്ങൾ പേടിക്കണ്ട, ഈ സൈന്യങ്ങളുടെ യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മധ്യേ, നിങ്ങളെ വേണ്ടാന്ന് വലിച്ചെറിഞ്ഞ കുഞ്ഞുങ്ങളുടെ മധ്യേ, മരുമക്കൾ മധ്യേ, കൊച്ചുമക്കൾ മധ്യേ, സഹോദരരുടെ നടുവില് കർത്താവ് നിങ്ങളെ പ്രബലനായി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ സ്വന്തങ്ങൾ, ബന്ധങ്ങൾ, സഹോദരങ്ങളുടെ മധ്യയില് ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നിങ്ങൾ കൂലിവേല ചെയ്യുന്നവരായിരിക്കും. നിങ്ങളുടെ കൂടെ പറഞ്ഞ സഹോദരൻ അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ സഹോദരി അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഉയർന്ന ഒരു കൺട്രിയിലായിരിക്കും. അവരുടെ വീടെല്ലാം വലിയ വട്ടപ്പാവിട്ട വലിയ ബംഗ്ലാവായിരിക്കും. അവർക്ക് നല്ല ഉയർന്ന കാറ് കാണും. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം വന്ന് പോകുമ്പോൾ ഭയങ്കരമായിരിക്കും. ഒരു ചോക്ലേറ്റ് പോലും നിനക്ക് ലഭിക്കുവാൻ അവർ തരത്തില്ല, നിന്നെ വീട്ടിലോട്ട് ചേർക്കത്തില്ല, നിന്നെ ഒതുക്കി വെച്ചിരിക്കായിരിക്കും. ഇല്ല, അവരെക്കാട്ടിലും ശ്രേഷ്ഠമായി എന്റെ കർത്താവ് നിന്നെ ഉയർത്തി ഉയർത്തി മാനിക്കുവാൻ ദൈവം മതിയായവനാണ്. നിങ്ങളെ കൂടെ ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങളെ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ വിളക്കടയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറ തകരുവാൻ ദൈവം ഒരു നാളും നശിപ്പിച്ചുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്നെ കർത്താവ് ശ്രേഷ്ഠനായി മാറ്റാൻ പോവാ. നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവ് വാതിൽ തുറക്കാൻ പോവാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ശ്രേഷ്ഠന്മാരായി മാറ്റാൻ പോകാൻ. ദൈവത്തെ മാനിക്കുന്നതിന് ദൈവം മാനിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവം സ്നേഹിക്കുന്നു. ഒരു നാളും ഈ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കയില്ല, ഒരു നാളും ഈ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള മറ്റു വലിയ വലിയ പാസ്റ്റേഴ്സ് കാണുമായിരിക്കും. അവരെല്ലാം ഉന്നത സ്ഥാനത്തിലായിരിക്കും ഇരിക്കുന്നത്. കോടി കോടി പണത്തിക്ക് അവർ അധിപതിയായിരിക്കും. അതേ സ്ഥാപനത്തിൽ ഒരു ഭിക്ഷക്കാരനെ പോലെ നീയും ഒരു വേദപുസ്തകം കയ്യിൽ വെച്ച് നടക്കുന്നുണ്ടായിരിക്കും. കിഴിഞ്ഞൊരു ചെരുപ്പിട്ടോണ്ട് കീറിപ്പോണ്ട് ഉടുപ്പിട്ടോണ്ട് നടക്കുന്നുണ്ടായിരിക്കും. ഇല്ല, ഈ സൈന്യം കൂടെ യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിനെ കാട്ടിലും മേന്മയായി കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ ദൈവം മതിയായവനാണ്. ആത്മാർത്ഥമായിരിക്കണം, സത്യത്തിൽ നിൽക്കണം, വചനത്തിൽ പിടിച്ചു നിൽക്കണം, ദൈവത്തെ വിടരുത്. ഇവരെ എല്ലാം ഒന്നും കുറ്റം പറയാൻ പോകരുത്. അവരെന്നെ സ്നേഹിക്കുന്നില്ല, ഇവരെന്നെ സ്നേഹിക്കുന്നില്ല, അവരെന്നെ നോക്കുന്നില്ല, ഒരു കുറ്റം ആരോടും പറയരുത്. എന്റെ മക്കളല്ലേ എനിക്ക് എന്താ പ്രയോജനം, എല്ലാവരും എന്നെ കളഞ്ഞു എന്ന് പറയരുത്. ദൈവമാണ് ദാവീദിന് ശൗലെ ഉണ്ടാക്കിയത്, ദൈവമാണ് ദാവീദിന് ശൗലെ കൊടുത്തത്, ദൈവമാണ് ശൗലിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത്, ദൈവമാണ് ശൗലെ ഒരു മൃഗത്തനമായി മാറ്റിയത്. എന്തിനാ? ദാവീദെ ഉയർത്താൻ വേണ്ടി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പ്രവചിച്ച് പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിന് വിരുദ്ധമായി എഴുതിയിരിക്കുന്ന ഓരോ ശൗലുകളും അവരുടെ മുന്നിൽ കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. തള്ളി പറഞ്ഞവരെല്ലാം, വേണ്ടാന്ന് വെറുത്തവരെല്ലാം, ഉപേക്ഷിച്ചവരെല്ലാം, യോബിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിക്കേ. അവന് ചൊറി വന്നപ്പോൾ, അവന്റെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, കെട്ടിയ ഭാര്യയും കൂടെ വിട്ടിട്ട് പോയില്ലേ, വിവാഹം കഴിച്ച ഭാര്യയും കൂടെ വിട്ടിട്ട് പോയില്ലേ, എല്ലാരും പോയപ്പോഴും അവൻ നിന്നു, കർത്താവിന് വേണ്ടി നിന്നു. ഈ സൈന്യം കൂടെ യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് അവനെ ശ്രേഷ്ഠനായി മാറ്റിയില്ലേ. ഈ ദേശത്തിൽ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാരെക്കാട്ടിലും ശ്രേഷ്ഠമായി കർത്താവ് യോബിനെ മാറ്റിയില്ലേ. ആ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ പട്ടുകിടക്കുന്ന ഭവനം, ഇടിഞ്ഞു കിടക്കുന്ന ഭവനം, നശിച്ചുപോയി കിടക്കുന്ന ഭവനം കർത്താവ് ഉയർത്താൻ പോവാ. നിങ്ങളെ ഉയർത്താൻ പോവാ. ശ്രേഷ്ഠമായി, മാന്യമായി ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. ഒന്നുകൊണ്ട് വിഷമിക്കരുത്, പതറരുത്, ക്ഷീണിക്കരുത്. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ഈ വചനത്തെ വായിക്കുക, ഈ പ്രാർത്ഥന സ്വീകരിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിശ്ചയം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വേണ്ടി ഇത്ര ആത്മാർത്ഥത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും, എൻ്റെ ഭവനത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.